ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രിറ്റി തിങ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീ ആണ്. അപ്പോൾ ഈ കളറ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഗ്രീൻ ടീ ആണെന്ന്. പക്ഷേ ഇത് ഗ്രീൻ ടീ അല്ല, ഇതാണ് മുരിങ്ങ ടീ. അപ്പം മുരിങ്ങയുടെ ഹെൽത്ത് ബെനിഫിറ്റൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുരിങ്ങയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. ദുബായിലും കുറേ മുരിങ്ങ മരങ്ങളുണ്ട്. പിന്നെ നമ്മുടെ മലയാളി സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മുരിങ്ങ ഇതുപോലെ നമുക്ക് മേടിക്കാനും കിട്ടും. മുരിങ്ങയുടെ ഇല, മുരിങ്ങക്കോല് നമ്മൾ സാമ്പാറിലും അവിയലിലൊക്കെ യൂസ് ചെയ്യും. പക്ഷെ മുരിങ്ങയിലോണ്ട് നമുക്ക് തോരൻ മാത്രമേ വെക്കാറുള്ളൂ. അപ്പം ഞാനിവിടെ ഇത് മുരിങ്ങയില വെയിലത്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇതുപോലെ ഉണക്കി നമുക്ക് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം കേടാവാതിരിക്കും. ഇനി നമുക്കിത് മിക്സിയിൽ പൊടിച്ച് ഇതുപോലെ പൊടിച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് ടീ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഇത്തിരി വെള്ളം വെച്ച് തിളപ്പിക്കാം. ഞാൻ ഇതിലേക്ക് ഇത്തിരി കുറച്ച് ഇഞ്ചി ഓൾറെഡി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സ്പൂൺ മുരിങ്ങ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് മുരിങ്ങയുടെ ഫ്ലേവർ നമുക്ക് ശരിക്കും അധികം എല്ലാവർക്കും ഇഷ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പുതിന ഇട്ടിട്ട് അതിലേക്കാണ് സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്. അപ്പം നമ്മുടെ മുരിങ്ങ ടീയിൽ നല്ല പുതിനയുടെ ഫ്ലേവർ വരും. മുരിങ്ങയില കണ്ണിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇഞ്ചിയിട്ട് വെള്ളം തിളപ്പിച്ച കാരണം ഒരു ചെറിയ എരിവും മിൻറ്റിൻ്റെ ഫ്ലേവറും മുരിങ്ങയുടെ ടേസ്റ്റും കൂടി ചേർന്നിട്ടാണ് ഇതായിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഷുഗർ താല്പര്യമുള്ളവർക്ക് ഷുഗർ ചേർത്ത് കുടിക്കാം. അതല്ല വെച്ചാൽ ഹണി ആണെങ്കിൽ ഹണി ചേർക്കാം. ഹണി ആണെങ്കിൽ നല്ല തിളച്ച് ഇരിക്കുമ്പോൾ ഹണി ചേർത്ത് കൊടുക്കരുത്. ഹണിയുടെ ബെനിഫിറ്റ് അപ്പോൾ നഷ്ടപ്പെടുന്ന പറയുന്നത്. അപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നിത്തിരി ചൂടാറി കഴിഞ്ഞിട്ട് ഹണി ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് പകുതി ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു പുളിരസം കൂടി ഇതിന് കിട്ടും. ഓൺലൈൻ മാർക്കറ്റിലൊക്കെ മുരിങ്ങ പൗഡർ എന്നും പറഞ്ഞിട്ട് മേടിക്കാനൊക്കെ കിട്ടും. നമ്മൾ ഇത് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മുരിങ്ങ ടീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിൽ ഒഴിച്ച് ബാക്കി ഏത് സമയത്തും നമ്മൾ മുരിങ്ങയുടെ ഇല കഴിക്കാൻ യൂസ് ചെയ്യാവുന്നതാണ്. കർക്കിടക മാസത്തിൽ മുരിങ്ങയുടെ ഇലയ്ക്ക് ഒരു കട്ടുണ്ടെന്നാണ് പറയുക. കൂടുതൽ കയ്പും അതിന് വിഷാംശമൊക്കെ കൂടുന്ന സമയമായതുകൊണ്ട് ആ സമയത്ത് ഒഴിച്ച് ബാക്കി ഏത് സമയത്തും മുരിങ്ങയുടെ ഇല നമുക്ക് ഇതുപോലെ ഉണക്കി സൂക്ഷിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ മുരിങ്ങ ടീ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. Thank you for watching this video. If you like this, please like, comment, share and subscribe. Thank you.